റസീല മേഡം, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് 72 ഹൂറുകളുമായിട്ട് രമിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമെന്നാണോ പറയണേ? ഞങ്ങളുടെ ഭർത്താവിനെ കിട്ടുമല്ലോ, അത് മതിയല്ലോ. അയാൾക്ക് 72 പെണ്ണുങ്ങളെ വേറെ കിട്ടും, നിങ്ങൾ സന്തോഷമാണോ? ഞങ്ങൾക്ക് അതുപോലത്തെ ഇവിടുത്തെ ഭർത്താവിനെ ഞങ്ങൾക്ക് അവിടെ കിട്ടും, അത് മതി ഞങ്ങൾക്ക്. ആ ഭർത്താവിന് 72 സ്ത്രീകളെ വേറെ കൊടുക്കുന്നു, തുടുത്ത മാറിടമുള്ള. നിങ്ങൾ തയ്യാറാണോ? അവർക്ക് കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് കിട്ടുന്ന ഇവിടുത്തെ ഭർത്താവിനെ എങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കൂ. നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കൂ. നിങ്ങൾ വിജയകുമാർ ഒരു മിനിറ്റ്. നിങ്ങൾ സഹീഹ് മുസ്ലിം 4 ഇനി റസീല മേഡം, സഹീഹ് മുസ്ലിം 4:10-39 ആയിഷ മുഹമ്മദിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നായ്ക്കൾക്കും കഴുതുകൾക്കും തുല്യരാക്കി. ഇത് ആയിഷ നറേറ്റ് ചെയ്തതാണ്. ഇനി അടുത്ത മുസ്നു ഇൽമുൽ ഹർബൽ വാല്യം 2 പേജ് 2992. സ്ത്രീകൾ, നായ്ക്കൾ, കഴുതുകൾ എന്നിവ ഒരു പുരുഷന്റെ പ്രാർത്ഥന റദ്ദാക്കുന്നു. അടുത്ത നിങ്ങളുടെ ഹദീസ് അൽ തബരി 9 വാല്യം 9 1754. സ്ത്രീകളോട് നന്നായി പെരുമാറുക, കാരണം അവർ നിങ്ങളോടൊപ്പമുള്ള വളർത്തു മൃഗങ്ങൾക്ക് തുല്യരാണ്, അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. അൽ തബരി പറയുന്നു 9 വാല്യം 9 1754. മുഹമ്മദ് പറഞ്ഞു, സ്ത്രീകളോട് നിങ്ങൾ നന്നായി പെരുമാറുക, കാരണം അവർ നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെ പോലെയാണ്, അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. ഇനി ഇബ്നു സാഹിന്റെ 878 പറയുന്നു, ഹുനൈന്റെ ബന്ദികളിൽ നിന്നും അള്ളാഹുവിന്റെ റസൂൽ അലിയ റെയ്ദ എന്ന അടിമ പെൺകുട്ടിയെ നൽകി, ഒരടിമ. ഇനി അടുത്തത് ഇബ്നു ഇഷാഖിന്റെ 693 പറയുന്നു, അള്ളാഹുവിന്റെ അപ്പസ്തോലൻ പിടിക്കപ്പെട്ട സ്ത്രീകളെ കുതിരകൾക്കായി കച്ചവടം ചെയ്തു. ഇനി അൽ ഖബരി വീണ്ടും ബുഖാരി 54-464 നരകത്തിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഇതാണ് സ്വർഗത്തിലെ ഒരേ ഒരു സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക അഭിലാഷം നിറവേറ്റുന്ന കന്യകമാർ മാത്രമാണ്. ഇനി ഹദീസ് ഖൻസ് അൽ ഉമ്മലിൽ പറയുന്നു, 99% സ്ത്രീകളും നരകത്തിലേക്കാണ് പോകുന്നത് സൂചിപ്പിക്കുന്നു. ഇനി നിങ്ങൾ പറയൂ, ഈ മേഡം റസീന സമ്മതിക്കുന്നുണ്ടോ, നിങ്ങൾ വളർത്തു മൃഗങ്ങളെ പോലെ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ കൈകാര്യം ചെയ്യുക? ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ, ഇന്ന് ഈ നിമിഷം ഞാൻ കേൾക്കുന്നു. ഒരു മിനിറ്റ് ഇവിടെ വരുന്ന മേഡം ഇതൊക്കെ പേനയും കടലാസും എടുത്ത് ഇല്ല എനിക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ട്. കാരണം ശരിയാണോ നോക്കാം. ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ഭർത്താവ് നാളെ വേറൊരു ഭാര്യനെയും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്ത് പോംവഴിയുള്ളത്, നിങ്ങൾ അത് അംഗീകരിക്കുമോ? അതുപോലെ എനിക്കൊരു മറുപടി ഉണ്ട്. അങ്ങനത്തെ ഒരു ഭർത്താവിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാനും ഇസ്ലാമിക നിയമത്തിലില്ല. അതിനാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഫസൽ എന്ന് പറഞ്ഞ ഉദ്ധാരണ ശേഷി ഇല്ലാത്ത ഭർത്താവിനെ മാത്രമേ ഉള്ളൂ. ഉദ്ധാരണ ശേഷി ഇല്ലാത്ത ഒരു പുരുഷനാണെങ്കിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് അയാളെ റസീൽ എത്ര ചോദ്യമുള്ളൂ? നിങ്ങളെ നായ്ക്കൾക്കും പട്ടികൾക്കും തുല്യരാണോ? അങ്ങനൊരു കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കാത്ത അല്ല സുഹൃത്തെ, അല്ല ഞങ്ങൾ മേളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റഫറൻസ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ മൊബൈൽ എടുക്കുക, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉസ്താദിനെ വിളിക്കുക, ഈ നമ്പർ ഹദീസ് ഇങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുക. ഇല്ല ഞങ്ങൾ പരസ്യമായി മാപ്പ് വരാൻ തയ്യാറാണ്. ഇല്ല ഞങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമാകാൻ തയ്യാറാണ്. റസൂൽ വെല്ലുവിളിക്കുന്നു. ഈ ഹദീസുകൾ സ്വഹീഹായ ഹദീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലെങ്കിൽ, ഈ ഹദീസ് ഞങ്ങൾ പടച്ചുണ്ടാക്കിയാണെങ്കിൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തെറ്റേറ്റു പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലാൻ ഞങ്ങൾ തയ്യാറാണ്. ചലഞ്ച് ചെയ്യുന്നു. മോളിൽ എനിക്കതിന്റെ ഹദീസിന് ആ ഒരു ഹദീസിന്റെ എടുത്ത് എവിടെന്നെങ്കിലും എടുത്തങ്ങ് സംസാരിക്കുന്നത് ശരിയല്ല. കാരണം അതിന് ആശയവും അതുപോലെ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ സിസ്റ്റർ, നിങ്ങൾ ഞങ്ങൾ അല്ലല്ല അറസിൽ ഒരു കാര്യം പറയട്ടെ. ദയവായി ഒരു കാര്യം കേൾക്കൂ. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത നിങ്ങൾ
ഇസ്ലാമിലെ പാണ്ഡിത്യമുള്ള ഞങ്ങളോട് ദയവായിട്ട് തർക്കിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. ഹദീസ് നിദാന ശാസ്ത്രം എന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ പോലും ഇല്ല. ഞങ്ങളുടെ ഖുറാന്റെ വിവിധ ഹർഫ് ഖുറാനുണ്ട്, വർഷ ഖുറാനുണ്ട്, വ്യത്യസ്തമായ ഖുറാനുകളുണ്ട്. അതിന്റെ 7 ഹർഫുകൾ എങ്ങനെ ചൊല്ലുന്നു എന്നുള്ള വ്യത്യാസം ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇജ്മകളുണ്ട്, കിയാസുകൾ ഞങ്ങൾക്ക് എന്താണെന്നറിയാം, ഉംധ എന്താണെന്നറിയാം, സീറകൾ എന്താണെന്നറിയാം, ഫിഖ് ഗ്രന്ഥങ്ങൾ എന്താണെന്ന്, ഫത്തുൽ മുയീൻ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇതൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഞങ്ങൾ മുട്ടുന്ന ആരോടൊക്കെയാണെന്നറിയോ? ഹാരിസ് മദനി ഞങ്ങളോട് ചർച്ചയ്ക്ക് ഇപ്പോൾ വരില്ല. ഇവിടെ സ്വാലിഹ് നിസാമി ഞങ്ങളുടെ അടുത്ത് ചർച്ചയ്ക്ക് വരില്ല. ജാസി ഉസ്താദ് ഇവിടുന്ന് പോയതാണ്. ഫുഗദ് ഇവിടുന്ന് പോയതാണ്. ഞങ്ങൾ ആധികാരികമായിട്ടാണ് സംസാരിക്കണം നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ച്. അതുകൊണ്ട് സഹോദരി ഒരു കാര്യം ചെയ്യുക, സഹോദരിക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് മാത്രം പറയും, ഇല്ലെന്ന് പറയരുത്. ടോസ്റ്റ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇല്ലെന്ന് ഒരാളോട് പറയരുത്. സമ്മതിക്കാൻ തയ്യാറാണോ? ആരെന്നറിയോ? പിന്നെ ഫൈസൽ മൗലവി തയ്യാറാണ്. നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറാണോ? ഒരു മിനിറ്റ് ഫൈസൽ മൗലവിയായിട്ട് നിങ്ങൾക്ക് സമ്മതിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. റസീല തയ്യാറാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ ഒപ്പമുള്ള ഒരു മിനിറ്റ് ഗ്രൂപ്പ് തന്നെ ആക്കാം. ആലങ്ങൽ സാർ ഒരു മിനിറ്റ്. പ്രസില മാഡം, നമുക്ക് ഈ ഗ്രൂപ്പിൽ ഇൻഡിപെൻഡന്റ് ആയ മോഡറേറ്റർമാർ, 2 സൈഡിൽ നിന്ന് മോഡറേറ്റർമാരെ വെച്ച് എഴുതി തയ്യാറാക്കിയ നിബന്ധനകൾ വെച്ച് മക്കയുടെ ഗ്രാൻഡ് മുഫ്തി ആയിട്ട് വരെ ഡിബേറ്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെയാണോ ഇദ്ദേഹം പറഞ്ഞ മൗലവി? ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ സമയം ഫിക്സ് ചെയ്തോളൂ, കണ്ടീഷൻ ഫിക്സ് ചെയ്തോളൂ. വി ആർ റെഡി. രസീല മേഡം ഇപ്പൊ തന്നെ സമയം ഫിക്സ് ചെയ്തോളൂ, എന്നോട് അല്ല, പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് എനിക്ക് അവരെ കിട്ടുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ അവര് നല്ല മതപാണ്ഡിത്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ആധികാരികമായിട്ട് ഒരു കാര്യം പറയാം, സഹോദരി ഒരു കാര്യം മനസ്സിലാക്കാം. ഇന്ന് സഹോദരി ഒരു കാര്യം മനസ്സിലാക്കുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുക, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി മാറിയിടണം. മേഡം, ലോകാന്ത്യത്തോളമുള്ള പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നല്ല മേഡം പറയുന്നത്. പകരം ബഹുദൈവ വിശ്വാസികളെ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയാനാ പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ കളിയാക്കിയല്ല, ഞങ്ങൾ നിങ്ങളെ കൊച്ചാക്കിയല്ല. ദയവായി സിസ്റ്റർ ഒന്ന് മനസ്സിലാക്കുക, ഒരു പെങ്ങളെ പോലെ കരുതി പറയുക. മേഡം, ഇതിന്റെ വെളുത്ത സൈഡുകൾ ഉസ്താദുമാർ മദ്രസയിൽ പഠിപ്പിച്ചത് മാത്രമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. ഇതിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് എന്താണെന്ന് ഇവർ ഒളിച്ചു വെച്ചു. അത് തുറന്നാണ് ഞങ്ങൾ വായിക്കുന്നത്. അപ്പൊ ഇസ്ലാമിനെ ഞങ്ങൾ കളിയാക്കുകയോ പറയട്ടെ. ആ ഒരു കാര്യത്തിന് ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ബഹുദൈവാരാധന നടത്തുന്ന ആളുകളെ കണ്ടിടത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ ഞാൻ ഇപ്പോ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു പിന്നെ ഹിന്ദുക്കളും നമ്മുടെ മുന്നിൽ കാണില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു. അല്ല ടോസ്റ്റേ, ഞാൻ ഇതിന് നേരത്തെ അവരോട് ചോദിച്ചു. ടോസ്റ്റേ ഒരു സെക്കൻഡ്, ഞാൻ ഇത് നേരത്തെ ചോദിച്ചു, ഖുറാന്റെ പരിഭാഷ എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഉണ്ടെന്നാണ് അവര് മറുപടി പറഞ്ഞത്. എന്താണ് അത്? അപ്പൊ യുദ്ധകാലത്ത് ഓരോ കാര്യങ്ങൾ, അതാ ഞാൻ പറയുന്നത്. ഹദീസ് വായിച്ച ഒരാളെ ഒരിക്കലും ഇതൊന്നും കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അല്ല മംതാസ്, റസീല വീണ്ടും ചലഞ്ച് ചെയ്യാം. ഇത് ഈ സാഹചര്യത്തിലേക്ക് മാത്രമാണെന്ന് അള്ളാഹു പറഞ്ഞ ഒരു വചനം ഖുർആനിൽ കാണിച്ചു തരാമോ? നിങ്ങളുടെ മതം പറയുന്നതിനെതിരെ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ലോഹുൽ മെഹഫൂൽ ആണ്. ലോഹുൽ മെഹഫൂൽ മനസ്സിലായോ? പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രപഞ്ചം ഉണ്ടാക്കണേന്റെ മുന്നേ 50,000 കൊല്ലം മുമ്പേ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഒരു പലകയിൽ സൃഷ്ടിച്ചു വെച്ച കിതാബാണ് പവിത്രമായ ഖുറാൻ. ഇത് നിങ്ങളുടെ വിശ്വാസ പ്രകാരം 23 വർഷം കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഓരോ ആയത്തായിട്ട് അത് ഇറക്കി കൊടുക്കണമെന്നാണ്. സന്ദർഭം നോക്കാണ്ടേ. സന്ദർഭത്തിന് മാത്രമല്ല, ഇത് ലോഹുൽ മെഹഫൂൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുന്നേ ഉള്ള കാലം മുതൽ ഖിയാമത്ത് നാള് വരെ ഉള്ള കിതാബല്ലേ നിങ്ങളുടെ വിശ്വാസം. പിന്നെ എങ്ങനെയാ? പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ, ഈ മൊത്തം കിതാബ് 7-ാം നൂറ്റാണ്ടിലേക്ക് മാത്രമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വിമർശനമില്ല, നമുക്ക് പ്രശ്നമേ ഇല്ല. ഇത് നിങ്ങൾ കാലഹരണപ്പെട്ടിട്ടില്ല, ഇത് എന്നേക്ക് നിലവിലുണ്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ. പിന്നെ ഇപ്പോ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ദയവ് ചെയ്ത് രസീല മാഡം, ഈ മതത്തിന് സ്വന്തം ഒന്നും അറിയില്ല എന്നും പറയും. എനിക്ക് ഖുറാനും അറിയില്ല, ഹദീസും അറിയില്ല എന്ന് പറയുകയും ചെയ്യുക.
എന്നിട്ട് ഇത് ചക്കര മതമാണെന്ന് പറയാ. നമ്മൾ ഓരോ മറുചോദ്യം ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, അത് ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയരുത്. ഒന്നുകിൽ ഇത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ കാണിച്ച തന്ന ഹദീസുകളും ഖുറാനിലെ ആയത്തുകളും ഒന്ന് പോയി വായിക്കുക. അല്ലെങ്കിൽ വന്ന് വെളുപ്പിക്കാണ്ടിരിക്കുക. ഇപ്പൊ തന്നെ നിങ്ങളുടെ മോളിൽ പിങ്ങിയത് ഒരു ഹദീസ് ഉണ്ട്. അതിൽ നിങ്ങൾ സ്ത്രീകളെയും കഴുതേനെയും നായനെയും ഒരേ മാതിരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതൊന്ന് വായിച്ചിട്ട് എല്ലാവരെയും മുന്നിലൊന്ന് വായിക്കും, നമുക്ക് നോക്കാമല്ലോ. അതുപോലെ തന്നെ റസീൽ അംഗീകരിക്കുന്നുണ്ടോ? 1.5 വയറ്റിൽ ഇഴഞ്ഞു നടന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവൾക്ക് ഞാൻ പ്രായമാവും, ഇവളെ കെട്ടുമെന്ന് പറയുന്ന മുഹമ്മദിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. മുട്ടിൽ ഇഴയുന്ന കുഞ്ഞിനെ കണ്ട്. ഇനി മേഡം പറഞ്ഞില്ലേ ഖുറാനിൽ അങ്ങനെ ഇല്ലെന്ന്. നിങ്ങൾ ഖുറാൻ വായിച്ചിട്ടുണ്ടോ മേഡം? ഞാനൊരു മുസ്ലിം ആണല്ലോ, അപ്പൊ വായിക്കോ ഖുറാന്റെ 98 സൂറ 98:6 സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ട ബഹുദൈവ വിശ്വാസികൾ അവരാകട്ടെ നിത്യ നരകവാസികൾ. ഖുറാൻ 55:1 നിങ്ങൾ യഹൂദരെയും ക്രിസ്ത്യാനികളെയും മിത്രങ്ങളാക്കരുത്. ഖുറാൻ 9:28 ബഹുദൈവ വിശ്വാസികൾ നജസാണ്, അശുദ്ധരാണ്. ഖുറാൻ 4:144 സത്യവിശ്വാസികളെ നിങ്ങൾ കാഫറുകളെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. ഖുറാൻ 9:29 ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും അള്ളാഹുവിന്റെ അവന്റെ ദൂതരെയും അംഗീകരിക്കാത്തവരും ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. ഖുറാൻ 9:23 കാഫിറുകളായ മാതാപിതാക്കന്മാരെ സത്യവിശ്വാസികളുടെ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത്. പെറ്റ അമ്മയാണേലും അവർ മതം മാറിയില്ലേ അവരെ രക്ഷകർത്താവായി അംഗീകരിക്കരുത്. അള്ളാഹു ഉണ്ടെങ്കിൽ മതം ഇസ്ലാം മാത്രം. ഖുറാൻ 3:19 ഒരു വ്യഭിചാരി മറ്റൊരു വ്യഭിചാരിയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല, ഇവ രണ്ടും നിശ്ചിതമാകുന്നു. ഖുറാൻ 24:3 ഇങ്ങനെ അങ്ങ് വായിക്കാൻ തുടങ്ങിയ മനുഷ്യത്വമുള്ള ഒരു വാക്ക് മേഡത്തിന് ഇതിനകത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഇതെല്ലാം നിങ്ങളുടെ ഖുറാനാണ്. സന്ദർഭം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയരുത്. ആലങ്ങാട് സാർ പറഞ്ഞു ഇത് ലോകാവസാനത്തുള്ള ഗ്രന്ഥമാണ്. ഞാനൊന്ന് സംസാരിച്ച് കൺക്ലൂഡ് മുംതാസ് മേഡം പറയട്ടെ. ഞാന് ഇപ്പോ എന്താ പറയാ, ഞാനും ഒരു മുസ്ലിം പെൺകുട്ടി തന്നെയാണ്. ഇവിടെ പലരും പല റൂമിലും ചെന്ന് സംസാരിക്കുമ്പോൾ പറയും ഇത് സുഡാപ്പി അല്ല എന്താണ് സംഖ്യയാണ്, അല്ലെ വേറെ എന്തെങ്കിലും ആണ്, പിന്നെ യുക്തിവാദികളാണ്, പിന്നെ കുറെ കാശ് ആരൊക്കെയോ കയ്യിൽ നിന്ന് കാശൊക്കെ മേടിച്ച് അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പൊ ഈ തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നു ഇത് എന്റെ സ്വന്തം പേരാണ്. ഞാനൊരു മുസ്ലിം പെൺകുട്ടി തന്നെയാണ്. ഇതുവരെയും ഇപ്പോഴും ഇസ്ലാം തന്നെയാണ്. ഒരു മിനിറ്റ് മുംതാസ്, ഇനിയിപ്പോ സംശയം വേണ്ട. ഇനി മുംതാസ് ഒന്ന് ഫാത്തിഹ ഒന്ന് ഓതാൻ പറ്റും? ഞാൻ ഒരു 4 വർഷമായി ഓതിയിട്ട്, തെറ്റ് വരുമോ എന്ന് അറിഞ്ഞൂടാ, ഞാനിപ്പോ ഓതാം. ഔദു ബില്ലാഹി തുടക്കത്തിൽ തന്നെ പോയി. ഞാൻ ഒരു 4-5 വർഷമായിട്ട് ഇതൊന്നും പാലിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആദ്യം ഒന്ന് പറയാമോ? എനിക്ക് കാണാതെ ഓതാൻ എനിക്ക് ഞാൻ ഖുറാൻ എടുത്തു വെച്ചിട്ട് വേണമെങ്കിൽ ഓതി കേൾപ്പിക്കാൻ ഞാൻ ആമീൻ. ഇതിനെ കളിയാക്കണ്ട കേട്ടോ. നമ്മള് ആരെയും കളിയാക്കുന്നതല്ല. ഞാൻ ഈ ഇതിന് പുറത്തു പോയിട്ടുമില്ല. ഒരു സെക്കൻഡ്, ഇടയ്ക്ക് കയറല്ലേ, ഇടയ്ക്ക് കയറരുത്. നമ്മള് കളിയാക്കേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തർക്കും ആചാരങ്ങളുണ്ട്. ഞാൻ ഇതൊക്കെ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഞാൻ ഒരു 5 വർഷമായിട്ട് ഖുറാനോ ഫാത്തിഹയോ കാര്യങ്ങളോ ഓതുന്നില്ല. അതിനു മുമ്പ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആചരിച്ചിരുന്ന ഒരാളാണ്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതലൊന്നും അല്ല, അല്ലാതെ നമുക്ക് ഒരേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ശരിയാകും എന്ന് പറഞ്ഞതുകൊണ്ട് രാത്രിയിലുള്ള നമസ്കാരം, മൗലൂദ്, മാല, ഇനിയിപ്പോ മുഹീദ്ദീൻ മാല കേൾക്കണോ അതോ മൗലൂദ് കേൾക്കണോ, ഹദ്ദാദ് കേൾക്കണോ, ഇതൊക്കെ കേൾക്കണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ഇതൊക്കെ ഓതിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ എനിക്കൊന്നും കാണാതെ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇതെല്ലാം വേണമെങ്കിൽ ഞാൻ ഒരു ക്ലബ് ഇട്ട് വേണമെങ്കിൽ ഇതെല്ലാം ഓതി കേൾപ്പിക്കാം. അപ്പോ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാല്, അപ്പൊ അങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആത്മീയതയിലോട്ട് തിരിഞ്ഞിട്ട് ഞാൻ ഖുർആന്റെ പരിഭാഷ വായിച്ചു.
ഖുർആനൊക്കെ ഞാൻ എന്താണ് ഒരു ഹത്തം മുഴുവന് ഓതിയാൽ ഒരുപാട് പുണ്യം കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു നേർച്ചയെന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്തു. എന്റെ ഇന്ന കാര്യങ്ങൾ ശരിയാകണേന്ന് വെച്ചിട്ട് ഖുർആൻ ഓതിയപ്പോ എനിക്ക് തോന്നി അതിന്റെ പരിഭാഷ അതിന്റെ മലയാളം പരിഭാഷയും കൂടെ ഉള്ളത് വായിച്ചു നോക്കണം. അപ്പൊ അങ്ങനെ ഞാൻ വായിച്ചപ്പോ ഇവിടെ ഇപ്പൊ നേരത്തെ പരാമർശിച്ച പല ആയത്തുകളും ഞാൻ അതിൽ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വളരെ ഭയഭക്തിയോടുകൂടി അറബിയിൽ പാരായണം വളരെ ഈണം പിടിച്ചൊക്കെ പാരായണം ചെയ്തതിന്റെ അർത്ഥം ഇതായിരുന്നു എന്ന് എനിക്ക് സ്വയം ചിന്ത വന്നതാണ്. ഇവിടെ പറയുന്നത് പോലെ ഞാൻ ആർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതല്ല, ആരെയും സംഖ്യകളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മതം വിട്ടുപോകാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം ജനിച്ചു വന്ന മതത്തിൽ ആ രീതിയിൽ തന്നെ പൊയ്ക്കോട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെ വേറൊരു മതം സ്വീകരിക്കാനോ അങ്ങനെ ഒന്നും യാതൊരു പ്ലാനും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളില് തെറ്റുണ്ട് എന്ന് എന്റെ ബുദ്ധിയാൽ ഞാൻ മനസ്സിലാക്കി. ആ പറയുന്നത് ശരിയല്ല. ഈ പറഞ്ഞത് ദൈവമാണ്, ആണ്. അള്ളാഹു നേരിട്ട് നബിക്ക് പറഞ്ഞു കൊടുത്തതാണ് എന്ന് പറഞ്ഞ് പാരായണം ചെയ്തു. ഈ റസീല മാഡം പറയുന്നത് പോലെ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. എങ്കിൽ പോലും എന്റെ ബുദ്ധിയിൽ എനിക്ക് തോന്നി ഇത് ശരിയല്ല, ഈ പറയുന്ന വാക്ക് ശരിയല്ല. അത് അങ്ങനെ അംഗീകരിക്കാനുള്ള ബുദ്ധി എന്നുണ്ടാകുന്നോ അന്ന് ഇത് എഡിറ്റ് ചെയ്യപ്പെടണം. ഈ മതത്തിൽ നിന്ന് ഇവരിപ്പോ കുറച്ചു നേരത്തെ സമ്മതിച്ചു 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്ന് അത് ആപ്റ്റായിരുന്നു എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്ത് അതിലുള്ള തെറ്റായിട്ടുള്ള ഭാഗങ്ങൾ ഇവർ എന്തുകൊണ്ട് മാറ്റുന്നില്ല? ഇപ്പൊ തന്നെയുള്ള ഈ ഓണാഘോഷം അത് എന്തിനാണ് ഇവർ എത്രയും അസഹിഷ്ണുത കാണിക്കുന്നത്? എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? ഇത് 21-ാം നൂറ്റാണ്ടല്ലേ, 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടോ അല്ലല്ലോ. അപ്പോ എന്തിനാണ് ഈ ഉസ്താദുമാര് വന്നിട്ട് ഇവർ ഇസ്ലാമിന് പുറത്തു പോയി എന്ന് പറയാൻ ഈ പറയുന്ന അള്ളാഹുവോ നബിയോ ഈ ഉസ്താദുമാർക്ക് വന്ന് അറിയിച്ചു കൊടുത്തതാണോ? ആണോ? അല്ല. അപ്പൊ എന്തിനാണ് മറ്റുള്ളവരുടെ സന്തോഷത്തെ എതിർക്കുന്നത്? ഇപ്പൊ ഇവിടെ പലരും പല ആയത്തുകളും എടുത്ത് പറഞ്ഞു. അപ്പൊ റസീല മാഡം പറയുന്നു എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അറിയില്ല എന്നത് കൊണ്ടല്ല, അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതായത് അറിയാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അന്ധവിശ്വാസം എന്ന് പറയുക. നമ്മള് കുറച്ചെങ്കിലും ഒരു കാര്യം അറിയാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ബോധ്യപ്പെടുത്തി തരുന്നു എന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കണം. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും. ഇതിനെല്ലാം വിട്ടിട്ട് നമ്മൾ വെറും നല്ലൊരു മനുഷ്യനായിട്ട് മനുഷ്യത്വം മാത്രം പഠിപ്പിച്ച് നമ്മുടെ വരും തലമുറയെ പഠിപ്പിക്കാൻ ഒന്ന് നോക്കി എന്ത് മനോഹരമായിട്ടുള്ള ഒരു തലമുറ നമുക്ക് കിട്ടുമെന്നറിയോ? മനുഷ്യത്വം പഠിപ്പിക്കുക. ഇനി വരുന്ന മനുഷ്യർക്ക് ഗുണം ആകുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അതിലേക്ക് തിരിയുന്ന തലമുറയെ ഉണ്ടാക്കുക. അല്ലാതെ ഒരിക്കലും ഈ 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ പഠിപ്പിച്ച് അതിന്റെ മേളിൽ പ്രതിഷ്ഠിച്ചിരുത്തുന്ന ഒരു തലമുറയെ ഇനിയും ഉണ്ടാക്കാതിരിക്കുക. കാരണം നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കണം. അല്ലാതെ ആർക്കും വേണ്ടിയിട്ടല്ല. ഈ പറയുന്ന പോലെ ആർക്ക് വേണ്ടിയിട്ടും വെള്ളപൂശണ്ട. മറ്റുള്ളവർ പറയുമ്പോ അത് അങ്ങനെയല്ല, ഇനിയിപ്പോ അത് അങ്ങനെ ആണെങ്കിൽ ഞാനത് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണ്. ഒരു കാര്യങ്ങൾ അറിയുമ്പോ അതിൽ നമുക്ക് തെറ്റ് ആണ് എന്ന് തോന്നിയ കാര്യങ്ങൾ പലതും ഇവിടെ റിജക്റ്റ് ചെയ്യുക, അങ്ങനെ ഇല്ല എന്ന് പറയുകയുണ്ടായത്. അല്ലാതെ അത് തെറ്റാണ്, അത് നമുക്കിനി വേണ്ട, ഇനി അങ്ങോട്ട് പോകുമ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാതെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞില്ല, എന്നാ എനിക്കത് ഓർമ്മയില്ല എന്ന് പറയുന്നത് പോലെ അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു നിരീശ്വരവാദിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ മനുഷ്യരുടെ എല്ലാം മനുഷ്യർക്ക് ഒരു സ്വയമേ ഒരു ഇതുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ മറ്റുള്ളവരെ ആശ്രയിക്കാൻ, അതായത് ഒറ്റപ്പെട്ട് ജീവിക്കാൻ മനുഷ്യന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും നമ്മളെ സഹായിക്കാൻ ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് മനുഷ്യന്റെ മനസ്സിനെ നയിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ വിശ്വസിക്കാൻ ഉള്ളവർ വിശ്വസിച്ച് പോയിക്കോട്ടെ, അത് അവന്റെ ദൈവം എന്ന് പറയും. അത് ഏത് ദൈവമാണെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരവര് തന്നെയാണ്. അതിന് എന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്നത്? ഒരാള് സന്തോഷിക്കുന്നത് അത് ഹിന്ദുവിന്റെ കൂടെ ചേർന്ന് സന്തോഷിക്കണോ ക്രിസ്ത്യന്റെ കൂടെ ചേർന്ന് സന്തോഷിക്കണോ എന്നുള്ളത് അവനവന്റെ വ്യക്തിപരമായ കാര്യമാണ്. എങ്ങനെയാണ് ഒരു തലയിൽ തൊപ്പി വെച്ച ഒരു ഉസ്താദ് വന്നിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ ഇസ്ലാമിന് പുറത്തു പോയി എന്ന് അള്ളാഹു വന്ന് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തോ? പിന്നെ എന്ത് അവകാശമാണ് അദ്ദേഹത്തിന് ശരിയായ വഴി അദ്ദേഹം മറ്റു മതക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാതെയോ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെയോ ജീവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അപ്പൊ മറ്റുള്ളവർ ചെന്നിട്ട് അത് വിലക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കിയാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. നേരത്തെ മാഡം ഇവിടെ ചോദിച്ചു നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത് എന്ന്.
അതായത് മറ്റു മതസ്ഥരുണ്ടാക്കിയ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ട് അവൻ സന്തോഷിക്കുന്ന ആ ദിവസം അവര് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് വിളമ്പി തരുന്ന ഭക്ഷണം ഹറാമാണ്, അത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിലെ ആ ഒരു 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 മനസ്ഥിതി മനസ്സിലാകുന്നേ ഇല്ല. അവരുണ്ടാക്കിയ ഇപ്പം ഈ ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളും മറ്റു മതസ്ഥരുണ്ടാക്കിയതാണ്. മുസ്ലിങ്ങളും ഉസ്താദുമാരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ എന്ത് കണ്ടുപിടുത്തം മാഡത്തിന് തരാൻ പറ്റും? അതല്ലെങ്കിൽ എല്ലാവരോടും കൂടിയാണ് എന്റെ ചോദ്യം. താങ്കളോട് മാത്രമല്ല. എന്ത് കണ്ടുപിടുത്തമാണ് മനുഷ്യന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന എന്ത് കണ്ടുപിടുത്തം തരാൻ പറ്റും? മുംതാസ് ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ, ഒരു സെക്കൻഡ്. അതായത് മുംതാസ് ഈ ഉസ്താദുമാർ പറയുന്ന യൂട്യൂബ് ജൂതൻ ഉണ്ടാക്കിയത്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഫേസ്ബുക്ക് ജൂതൻ ഉണ്ടാക്കിയതാണ്. അത് തന്നെയാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. സുക്കർബർഗ് തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് ആരാന്ന് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും അതൊരു മുസ്ലിം ആവാൻ വഴിയില്ല. തീർച്ചയായിട്ടും അതൊരു മുസ്ലിം ആവാൻ വഴിയില്ല. കാരണം അവർക്ക് ഈ ജാതിയും പറഞ്ഞ് ഇങ്ങനെ ഇരുട്ട വെളുക്ക അള്ളാഹുവേ എന്നുള്ള വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ അവര് പഠിപ്പിച്ചിട്ടുള്ളൂ. മാറി ചിന്തിക്കാൻ അവര് സമ്മതിക്കുന്നില്ല. അത് തോൽവിയാണ്. കുറെയൊക്കെ മാറി. ഇപ്പോഴും വിദ്യാഭ്യാസം വേണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുറെ പേര് ഇറങ്ങിയിട്ട് മുസ്ലിമിന് വേണ്ടിയിട്ട് സ്കൂൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു, മുസ്ലിം സ്ത്രീകളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം മാറ്റമാണ്. അപ്പൊ കാലത്തിനനുസരിച്ച് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവാണ്. അല്ല അപ്പൊ പറയുന്നത് താങ്കൾക്ക് പറയുന്നത് കേട്ടിരിക്കാനുള്ള ക്ഷമ പോലും ഇല്ല. അതുകൊണ്ടല്ല ഞാൻ അല്ല സഹോദരി, അതല്ല, അതുകൊണ്ട് അത് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ അങ്ങനെ പിന്നെ അസഹിഷ്ണുത കാണിക്കുന്ന ഒരു വ്യക്തി ഒന്നല്ല. ഞാനിപ്പോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ ഇത്ര നേരമായി ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ എങ്ങനെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സംസാരിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞാന് തീർച്ചയായിട്ടും ഈ എന്താണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. ഖുർആന്റെ പരിഭാഷ ഒന്ന് വായിച്ചിട്ട് അതിൽ താങ്കൾക്ക് ഏതെങ്കിലും ഒരു വാക്കുകളോ ഒരു ആയത്തുകളോ അത് ശരിയല്ലല്ലോ പറഞ്ഞത് എന്ന് താങ്കൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും താങ്കൾ ഈ ക്ലബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരിക, അത് പറയുക. ഒന്നുകിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോ അതിനകത്തൊന്നും യാതൊരു തെറ്റും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ആരെയും തിരുത്താൻ പറ്റില്ല. കാരണം അത് എങ്ങനെയാണോ ആ തരത്തിൽ വിഴുങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും മതത്തിന് വെളിയിൽ പോകാനല്ല പറയുന്നത്, വിശ്വാസി ആകാതിരിക്കാനല്ല പറയുന്നത്. തെറ്റ് സമ്മതിക്കുക എന്നുള്ളതാണ്. തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ്.